നമുക്ക് ഈ ഹരിതകർമ്മസേന വഴിയുള്ള വാതിൽപ്പടി ശേഖരണം 98.99% എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ഈ ശേഖരണം നടന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം പൊതുസ്ഥലത്ത് എത്തുമായിരുന്നു എന്നുള്ളതാണ്. ആളുകൾ പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് തള്ളും. ഇതിൽ ഇപ്പോൾ മാർച്ചിൽ മറ്റൊരു വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ മാലിന്യ നീക്കം സർവകാല റെക്കോർഡിലെത്തി. 66,000 ടണ്ണിലധികമായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാലിന്യ നീക്കം എത്തി. അത് ഈ കാരണം കൊണ്ടുകൂടിയാണ്. 99% സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഹരിതകർമ്മസേന സംവിധാനം വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ മാലിന്യ നീക്കം നമുക്ക് സർവകാല റെക്കോർഡിൽ എത്തിക്കാൻ കഴിഞ്ഞു. ക്ലീൻ കേരള കമ്പനി വഴിയുള്ളത്. അതിന് പുറമെയാണ് 54 സ്വകാര്യ ഏജൻസികളെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റമാണ് നമുക്ക് ഈ ക്യാമ്പയിനിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹരിതകർമ്മസേന തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ചില വളരെ സവിശേഷമായ കണക്ക് കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹരിതകർമ്മസേനയിൽ 37,134 അംഗങ്ങളുണ്ട്. നേരത്തേത് 33,000 ആയിരുന്നു. ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു ഈ കാലയളവിൽ. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞത്.